ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേലായുധൻ എന്ന് പറയുന്ന ആക്ക് ഇന്നലെ കുത്തേറ്റു. എന്താ മോളെ? കുത്തേറ്റ ആളുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മേഡത്തിന്റെ ഹസ്ബൻഡാണ് കുത്തിയതെന്നാണ്. അയ്യോ, അമ്മ ഒരു ഒറ്റ മാസം അതൊരു കല്യാണക്കാര്യത്തിന് അത് അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ താമസിച്ചു. അപ്പൊ അത് എന്നോടൊന്ന് സഹായിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഒരു പെൺകുട്ടിയുടെ കാര്യമില്ലേ, നമ്മള് എത്രയോ കല്യാണങ്ങളൊക്കെ നടത്തി എത്രയോ പെൺകുട്ടികൾക്ക് മംഗലഭാഗ്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാ. ഈ മുന്നിൽ വന്ന് നിന്നിട്ട് അച്ഛനും അമ്മയും പിന്നെ ആ പെൺകുട്ടിയും കരയണ കണ്ടപ്പോ പിന്നെ ഞാൻ കൊടുക്കാൻ അങ്ങോട്ട് ഏറ്റു. ഇനിയിപ്പോ വേറൊന്നും ചോദിക്കാനില്ലല്ലോ. ഇല്ല, മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ദേ, പക്ഷേ ഒരു കാര്യം നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുക. നമ്മൾ നടത്തിയ പെൺകുട്ടികളുടെ കല്യാണം എല്ലാം നമുക്ക് സമ്പത്ത് ഉണ്ടായിരുന്ന കാലത്ത് നടത്തിയതാ. ഇന്ന് ആ സ്ഥിതി അല്ല നമുക്ക്. സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ നെട്ടോട്ടോടുന്ന സമയമാ ഇത്. എന്ന് കരുതി മറ്റുള്ളവരെ സഹായിക്കരുത് എന്നല്ല, സൂക്ഷിക്കണം. ഒരു ചതി വന്നാ ഒരുപക്ഷെ നമുക്കതിന്ന് കരകയറാൻ പറ്റിയെന്ന് വരില്ല. കൃത്യം 1 മാസത്തിനകം ഇതെന്നെ തിരികെ ഏൽപ്പിച്ചിരിക്കണം. ഇത് നിന്നെ ഞാൻ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാശാ. എന്റെ കണക്ക് ബുക്കിൽ വക കൊള്ളിക്കാത്ത കാശ്. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, ഇന്ന് എപ്പോഴാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്? അത് പോവാലോ, സമാനുള്ള കാര്യമില്ലേ. ഏയ് വിഷ്ണുട്ടാ, വിഷ്ണുട്ടിന് സമാധാനം ഉണ്ടായേക്കാം, പക്ഷെ എനിക്കുണ്ടാവണ്ടേ? എന്താ മോളെ, ആരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം പറയുന്നത്? സത്യമേ, ഈ വിഷ്ണുട്ടിന് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്. ഇന്നലെ രാത്രി വന്നപ്പോ ആ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു. അപ്പൊ തന്നെ ഡോക്ടറെ കാണാൻ പോവാന്ന് ഞാൻ പറഞ്ഞതാ. എവിടെ കൂട്ടാക്കിയില്ല. ഇന്ന് പോവാന്ന് പറഞ്ഞു. എന്നിട്ട് ദേ രാവിലെ എങ്ങോട്ടോ പോവാൻ ഇറങ്ങുന്നു. എന്താടാ, എന്താ നിനക്ക് പറ്റിയേ? നീ ഇന്നലെ രാത്രി എവിടെ പോയതായിരുന്നു? എന്റെ അമ്മ ശാലിനി പറയുന്ന പോലെ ഒന്നുമില്ല. അതെ, ഇന്നലെ കുറച്ച് അലച്ചിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നുള്ള സത്യ. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഉണ്ടാ എന്നെ കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ എനിക്കൊന്നുമില്ലെന്ന്. അപ്പൊ പിന്നെ ഇന്നലെ രാത്രി ഉണ്ടായതൊക്കെയോ? ഇന്നലെ രാത്രി എന്തുണ്ടായെന്ന്? അകത്തേക്ക് നടന്നു പോവാൻ പറ്റാത്ത രീതിയിൽ തളർന്നാ വന്നത്. അയ്യോ, കുഴഞ്ഞു വീണു. ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ രാവിലെ പോവാന്ന് പറഞ്ഞു. എന്നാ പിന്നെ പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഒരു ഡോക്ടറെ കാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഡോക്ടർ നോക്കട്ടെ. പിന്നെ നമുക്ക് അങ്ങനെ ഒരു പേടി വേണ്ടല്ലോ. എടാ, ശാലിനിക്കും എനിക്കും അതൊരു സമാധാനം തരുന്ന കാര്യമാണ്. ശരി, കണ്ടു കളയാം. ഇതൊരു കഷ്ട. അതെ, ഇപ്പൊ എനിക്ക് അർജന്റായിട്ട് ഒരാളെ കാണാണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തന്നെ വിളിക്കാം. എന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണാം കേട്ടാ. വിഷ്ണുട്ടാ, ഞാൻ പറയുന്നേക്ക് ശാലിനി, എനിക്ക് അർജന്റായിട്ട് ഒരാളെ കാണാണ്ടത്. ഞാൻ വിളിക്കാം. വിഷ്ണുട്ട്, സത്യമേ വിഷ്ണുട്ടൻ പറഞ്ഞ കേൾക്കില്ല എന്ന് വെച്ച് എന്ത് ചെയ്യാനാ? അവന്റെ ഇഷ്ടം പോലെ തന്നെ അങ്ങ് നടക്കട്ടെ. അല്ലാതെ ഞാനിപ്പോ എന്താ പറയാ? വിഷ്ണുട്ടാ, എന്താ ഉണ്ടായേ? ഇതാരാ ഈ ചെടിച്ചട്ടി കൂടെ കൊണ്ടുവച്ചേ?
എനിക്ക് വണ്ടി എടുക്കണമെന്ന് അറിയാൻ പാടില്ലേ? എടാ, ആ ചെടിച്ചട്ടികൾ മുൻപും അവിടെ തന്നെ ഉണ്ടായിരുന്നത്. നീ ഇന്നും ഇന്നലെ അല്ലല്ലോ ജീപ്പ് എടുത്തോണ്ട് പോകാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. വിഷ്ണുട്ടാ, ഞാൻ വീണ്ടും ചോദിക്കുക, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദേ, ഇന്ന് എനിക്ക് അത്യാവശ്യ ജോലികളൊന്നുമില്ല. നമുക്കിപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പോയിട്ട് വരാം കേട്ടാ. പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ടുപോകലൊന്നും നടക്കില്ല സത്യാമ്മേ. കൈയോടെ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോയാലേ നടക്കൂ. എന്നാ പിന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള ഭക്ഷണം എടുത്തു തരാം. ഇന്ന് സ്പെഷ്യൽ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ട്. വാ, എടുത്തു തരാം. ആ, ഇങ്ങന്നേക്ക് പൊന്നി. ആ, പപ്പടം വെച്ചിരിക്കുന്നത് താഴത്തെ തട്ടില്ല, മറന്നുപോകല്ലേ. പിന്നെ വിഷ്ണുവിനെ വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം ഓർമ്മിപ്പിച്ചേക്ക്. വിളിച്ചില്ലെങ്കിൽ അവൻ വരത്തില്ല. ശരി സത്യാമ്മേ. എന്താ മാഡം, വിഷ്ണു എന്റെ ഹസ്ബൻഡ്. എന്താ കാര്യം? വേലായുധൻ എന്ന് പറയുന്ന ആക്ക് ഇന്നലെ കുത്തേറ്റു. എന്താ മോളെ? കുത്തേറ്റ ആളുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മേഡത്തിന്റെ ഹസ്ബൻഡാണ് കുത്തിയതെന്നാണ്. അയ്യോ, എന്റെ കൃഷ്ണ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? കുത്തേറ്റ ആള് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ വിഷ്ണുവിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. വിഷ്ണുവേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല. അതുകൊണ്ട് നടന്നത് എന്താന്ന് ചോദിച്ചറിയാനും പറ്റില്ല. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ശരി മാഡം, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഫോൺ കൊണ്ടുപോയില്ലേ? സത്യമേ, വിഷ്ണു കുഞ്ഞിന്റെ ഫോൺ. ആ, എന്നാ അവൻ ഫോൺ മറന്നിട്ടുണ്ട്. ഫോൺ മറന്നതോ അതോ മനഃപൂർവ്വം പോലീസ് അന്വേഷിച്ചെത്തുമെന്ന് കരുതി മറന്നു വെച്ചതോ? സാരമില്ല മാഡം, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. മോളിന്ന് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്.